നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ ബാധയെ ചെറുക്കാൻ ഗൾഫ് രാഷ്ട്രങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുവെങ്കിലും കൊറോണ ബാധിക്കുന്നവർ അനുദിനം വർദ്ധിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. കോവിഡ് ബാധിച്ച് ഗൾഫിൽ ഇന്ന് 3 പേർ മരിക്കുകയുണ്ടായി. എന്നാൽ കൊറോണ വൈറസിന്റെ സാമൂഹിക വ്യാപനമുണ്ടായ ഗൾഫ് രാജ്യമാണ് ഒമാൻ. ഒമാനിൽ ആദ്യ കൊറോണ മരണം സ്ഥിരീകരിക്കുകയുണ്ടായി. 72 വയസ്സുള്ള സ്വദേശിയാണ് മരിച്ചത്. ആളുകൾ പുറത്തിറങ്ങുന്നതിന് ഇന്നു മുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഒമാൻ. മരണസംഖ്യ 21 ഇതിനോടകം തന്നെ ഉയർന്നിരിക്കുന്നു. ഏപ്രിൽ പകുതിയോടുകൂടി രോഗബാധിതരുടെ എണ്ണം ഉയരുമെന്നാണ് ഒമാൻ ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. മുഴുവൻ കമ്പനികളും ജീവനക്കാർക്ക് ശമ്പളം നൽകണമെന്ന് ഖത്തർ ഉത്തരവിടുകയും ചെയ്തു. ആവശ്യമെങ്കിൽ ലോൺ ലഭ്യമാക്കുന്നതുമായിരിക്കും. ഒപ്പം സ്വദേശിവൽക്കരണം മൂലം നേരത്തെ തന്നെ പ്രതിസന്ധിയിലായ സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്ക് ഇപ്പോഴത്തെ മഹാമാരി കനത്ത ആഘാതമായി മാറിയിട്ടുണ്ട്. പലർക്കും ഇതിനോടകം തന്നെ ജോലിയും ശമ്പളവും നിലയ്ക്കുകയും മറ്റുള്ളവർക്ക് പുറത്തുപോയി നാട്ടിലേക്ക് പണം അയക്കാൻ സാധിക്കാതാകുന്ന സാഹചര്യവും ഇതിനോടകം തന്നെ ഉടലെടുത്തിട്ടുണ്ട്. സൗദി അറേബ്യയിൽ 2 വിദേശികളും UAE-യിൽ ഒരു ഏഷ്യൻ പൗരനുമാണ് ഇന്ന് മരിച്ചത്. ഇതോടെ ഗൾഫിലെ മരണസംഖ്യ 21 ഉയർന്നിരിക്കുകയാണ്. സൗദിയിൽ 110 പേർക്കും UAE-യിൽ 31 ഇന്ത്യക്കാരടക്കം 53 പേർക്കും ഖത്തർ 59 പേർക്കും കുവൈറ്റ് 19 പേർക്കും ഒമാൻ 13 പേർക്കുമാണ് ഇന്ന് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളും നിയന്ത്രണങ്ങൾ കർക്കശമാക്കിയിരിക്കുകയാണ്. ദുബായിൽ മലയാളികളടക്കമുള്ള വിദേശികൾ ഏറെ താമസിക്കുന്ന ദേരയിലെ അൽറാസ് മേഖലയിലേക്ക് ഇന്നു മുതൽ 2 ആഴ്ച പ്രവേശന വിലക്കും ഏർപ്പെടുത്തി. അൽറാസിലേക്കുള്ള റോഡുകളും സിഗ്നലുകളും അടച്ചിടുകയുണ്ടായി. അതേസമയം മാർച്ച് 1 ശേഷം കാലാവധി അവസാനിച്ച താമസ വിസകൾ 3 മാസത്തേക്ക് കൂടി സൗജന്യമായി നീട്ടി നൽകാൻ UAE തീരുമാനിക്കുകയും ചെയ്തു. കാലാവധി അവസാനിക്കുന്ന മറ്റു വാണിജ്യ രേഖകളും 3 മാസത്തേക്ക് നീട്ടും. താമസ വിസകൾ പുതുക്കുന്നതിന് തൊഴിലാളികളുടെ മേലോ സ്ഥാപനത്തിന്റെ പേരിലോ ഉള്ള പിഴകൾ തടസ്സമാകില്ല. വൈറസിന്റെ സാമൂഹ്യ വ്യാപനം ആരംഭിച്ചിട്ട് ഒരാഴ്ച പിന്നിടുമ്പോൾ രാജ്യത്തെ രോഗബാധിതരുടെ എണ്ണം ഉയരുമെന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ ഏറെ ആശങ്കയാണ് ഉളവാക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നും ധാരാളം സ്വദേശി വിദ്യാർത്ഥികൾ മടങ്ങിയെത്തുന്ന സാഹചര്യത്തിൽ വരുന്ന 2 ആഴ്ച നിർണായകമാണെന്നും ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സൈദി പറയുകയുണ്ടായി. കോവിഡ് പശ്ചാത്തലത്തിൽ കമ്പനികൾ പ്രതിസന്ധി നേരിടുന്നെങ്കിലും ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിരിക്കണമെന്ന് ഖത്തർ നിർദ്ദേശിക്കുകയാണ്. ആവശ്യമെങ്കിൽ ലോൺ ലഭ്യമാക്കുമെന്നും സർക്കാർ വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ പ്രവാസികൾക്ക് ഏറെ നിർണായകമാകുകയാണ് ഇനി വരുന്ന ദിവസങ്ങൾ. പ്രത്യേകിച്ച് UAE-യിൽ ഏറ്റവും കൂടുതൽ കൊറോണ സ്ഥിരീകരിക്കുന്നത് ഇന്ത്യക്കാർക്കെന്നാണ് ലഭ്യമാകുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിനാൽ തന്നെ ദുബായിൽ നിന്നും കേരളത്തിലെത്തിയ ഒട്ടുമിക്ക പ്രവാസികൾക്കും കൊറോണ സ്ഥിരീകരിക്കുകയുണ്ടായി. കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയല്ലാതെ ഇനിയൊരു മാർഗമില്ലെന്നാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ തീരുമാനമെടുക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.